പ്രായപരിധി 75 വയസ്സിൻ്റെ പരിധി വെച്ചല്ലോ, അതിങ്ങനെ പലരും ഒഴിവായി. അപ്പോൾ അവരെയൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം കേന്ദ്ര കമ്മിറ്റി കൊണ്ടുവരും. അവരെല്ലാം പ്ലേസ് ചെയ്തല്ലോ, എല്ലാവരെയും പ്ലേസ് ചെയ്തു. 75 വയസ്സ് കഴിഞ്ഞ് പ്രായമുള്ള സഹാക്കളെ മുഴുവൻ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായിട്ടുള്ള കേഡർമാരെ ഇപ്പം SRP ഉൾപ്പെടെ സെൻട്രൽ കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാക്കി. ഇവിടെ ഉണ്ടായിരുന്ന സഹാക്കളെല്ലാം ഞങ്ങൾ PS ഉൾപ്പെടെയുള്ളവരെ സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാക്കി. വയസ്സ് കൊണ്ടല്ലാതെ തന്നെ താഴത്തേക്ക് പോയിട്ടുള്ളവരുണ്ട്, അവരെ താഴെ കമ്മിറ്റികളിൽ ക്ഷണിതാവാക്കി. അങ്ങനെ എല്ലാവരുടെയും സേവനം പാർട്ടി പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പാർട്ടി കാഴ്ചപ്പാട്. അതാണ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി വെച്ച് ഒഴിവായ ആളാണ് PK സ്വാമി ടീച്ചർ. പക്ഷേ മഹിളാ സെക്ഷൻ്റെ ഭാരവാഹി എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ അവിടെ ഇളവ് ലഭിക്കുകയുണ്ടായി. അത് സംസ്ഥാന ഘടകത്തിൻ്റെ ഒരു അറിവോട് കൂടിയാണത്? ഞങ്ങൾ അറിവോടുകൂടി, നമ്മൾ അറിവില്ലാണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അത് എത്ര നന്നായി വിവാദം? അതായത് വിവാദത്തിനൊന്നും പ്രശ്നമില്ല, അത് വെറുതെ പറയുകയാണ്. പങ്കെടുക്കുന്നതിൽ വിലക്കി സെക്രട്ടറി യോഗത്തിൽ ഒരു ആരുടെയും വിലക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അവരുടെ പ്രവർത്തന കേന്ദ്രം ഇവിടെയല്ല. അപ്പോൾ ഇവിടെ ദൈനംദിന സെക്രട്ടേറിയറ്റ് അതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാവില്ല. ഇവിടെ ഉള്ള സമയത്ത് ഇവിടെ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗത്തിലും പങ്കെടുക്കാം. അതിലൊന്നും വേറെ പ്രശ്നമില്ല. അവരുടെ പ്രവർത്തന മേഖല ഇതല്ല എന്നാണ് പറഞ്ഞത്. പ്രവർത്തന മേഖല അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മഹിളാ സംഘടന കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വവുമായിട്ട് ഇന്ത്യയുടെ ആകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലുണ്ടാകുമ്പോൾ കേരളത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി യോഗത്തിലോ അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അതാണ് കാര്യമാണ്. അത് പ്രായോഗികമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് വലിയ വാർത്തയാക്കി മാത്രമേ. അതിലൊന്നും ഞങ്ങൾ വലിയ കാര്യം കൊടുക്കുന്നില്ല. നെഗറ്റീവായ ഒരു കാര്യം ശ്രദ്ധിക്കാതിരിക്കുക, പോസിറ്റീവായ കാര്യം മാത്രം ഗൗരവത്തിലെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. കേരളത്തിലെ മാധ്യമങ്ങളുണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട ചിത്രം അത്. ഈ നെഗറ്റീവായ കാര്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മേലെ ശ്രദ്ധ കൊടുത്ത് അതൊന്നും ശ്രദ്ധിക്കാനേ പോകുന്നില്ല. ശ്രദ്ധിച്ച് നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല. ഒരു നെഗറ്റീവ് കാര്യം കൂടെ ഞാൻ പറയട്ടെ. പ്രായപരിധി മൂലം മുൻ ഒഴിവാക്കപ്പെട്ട ആളാണ് G. സുധാകരൻ. അദ്ദേഹത്തിന് അതുപോലെ പ്ലേസ്മെൻറ്റ് കൊടുത്തില്ല എന്ന പരാതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ ഗവനിക്കുന്നില്ല എന്നുള്ള പരാതികളുണ്ട്. അതേ കഴിഞ്ഞ വർഷം നടത്തിയ വിവാദ പ്രസ്താവന പാർട്ടി കൂടി വെട്ടിലാക്കുന്നതായിരുന്നു. അങ്ങനെ ഒരു വെട്ടിലാക്കലുമില്ല. അല്ല, ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും വെട്ടിലാവേണ്ട കാര്യം? പാർട്ടി നിലപാടുണ്ട്, പാർട്ടി വ്യക്തമാകുന്നുണ്ട്, പാർട്ടി സഖാക്കൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് വെച്ച് പോസ്റ്റ് ബാലറ്റുകൾ തിരുത്തി എന്ന് പറയുകയും പിന്നീട് അത് ഭാവന കൂട്ടി പറഞ്ഞതാണെന്നാണ് അദ്ദേഹം തന്നെ തിരുത്തി. പിന്നെ നമ്മളാരെങ്കിലും പറയേണ്ട കാര്യമുണ്ട്? പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം തന്നെ തിരുത്തി. അത് കോൺഗ്രസ് പറഞ്ഞത് എല്ലാ കാലവും CPM ഇങ്ങനെ അട്ടിമറിക്കാറുണ്ട് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ എടുക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് എന്തെല്ലാം പറയുന്നുണ്ട്. കോൺഗ്രസ് പറഞ്ഞതെന്തെങ്കിലും കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുണ്ട്. അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് അല്ലേ? എന്നിട്ട് ജനാധിപത്യത്തിൻ്റെ അപ്പോസ്റ്റർമാരായിട്ട് ഇപ്പോൾ നടക്കുകയല്ലേ? അതിലൊന്നും വലിയ കാര്യമില്ല. ഞാനതാ പറഞ്ഞത്, നെഗറ്റീവായ കാര്യങ്ങൾ കുട്ടികളാണ്. ഇവിടെ പോസിറ്റീവായ കാര്യം മാത്രം നോക്കിയാൽ മതി. അടുത്ത ഗവൺമെൻറ് രൂപീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് കേരളത്തിൽ നടക്കുകയും ചെയ്യും. പാനൂർ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഒരു സീറ്റാണ് ലഭിച്ചത്. അതിന് മുമ്പ് ഒന്നല്ലേ കിട്ടിയിട്ടുള്ളൂ. അതെ, നിയമസഭാ ഇലക്ഷനിൽ ആ പാറ്റേൺ ആവർത്തിക്കില്ല. നിയമസഭാ ഇലക്ഷൻ ആ പാറ്റേൺ ആവർത്തിക്കില്ല എന്നാണ് അവരിപ്പം ചിലക്കര തീരുമാനിച്ചല്ലോ. അതുമായിട്ട് ഒരു പാറ്റേണും ഇല്ലാതെ മനസ്സിലായല്ലോ ചിലക്കര തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ മൂന്നാം പിണറായി സർക്കാർ ലോഡിങ് ഉറപ്പായിട്ട് വരും. അങ്ങനെ പറയാം. പിന്നെ ആരും 3-5 ആളുണ്ട് മുഖ്യമന്ത്രിയാവാൻ നടക്കുന്നു. ഇവരാരും മുഖ്യമന്ത്രിയാവില്ല പ്രസിഡൻ്റായിരുന്ന സുധാകരൻ പറയുന്നത്. എങ്ങനെ ഇവിടെ കേരളത്തിൽ വേറൊരു സംവിധാനത്തെ പറ്റി ആലോചിക്കുക? ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇവിടെ എല്ലാ മാധ്യമങ്ങളും ഞങ്ങൾക്കെതിരായിട്ട് ഒരു തരത്തും ഒരു കഴിവുമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചായിരുന്നല്ലോ. എല്ലാവരും നടത്തിയ മുഴുവൻ പ്രചരണവും അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏജൻസികളും ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്ന് ഞങ്ങൾക്കെതിരായിട്ട് വന്നിട്ട് അവസാനം എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായിട്ടില്ല. അടുത്ത വർഷം 5 മണിക്കായി ജനങ്ങൾ വോട്ട് ചെയ്തു. കാരണം അവർക്ക് നന്നായിട്ട് തിരിച്ചറിയും കേരളത്തെ. ഈ കേരളത്തെ ഒരു പുതിയ കേരളാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തൊഴിലില്ലായ്മ ഉൾപ്പെടെ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകുന്നൊരു ഗവൺമെൻറ്റാക്കി കേരളത്തിലെ ഗവൺമെൻറ് മാറും. അത് ലോകത്ത് തന്നെ ഒരു പുതിയ മാതൃകയായിരിക്കും. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് പുറത്ത് ഒരു മുതലാളിത്ത സമൂഹത്തിൽ കേരളീയ സമൂഹം എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളത് ലോകം പഠിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണ കേന്ദ്രമായിരിക്കും കേരളം. 3-ാം തവണയും പിണറായി സർക്കാർ തുടരുമെന്ന ഉറപ്പിലാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി. ക്രോസ് ഫെയർ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.